ഇവിടെ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും വിജയ് ഭൂരിപക്ഷം ഒപ്പിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും. ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഇവന്മാർ തമ്മിൽ ഈ അടി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. കഴിഞ്ഞ 5 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുകയാണ് ആരാകും മുഖ്യമന്ത്രിയെന്ന്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? വി.ഡി. സതീശൻ. വേറെ സംശയമൊന്നുമില്ല. ഇനി വി.ഡി. സതീശൻ ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല. ഇതിന്റെ പിന്നിൽ അദ്ദേഹം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടല്ലേ ജയിച്ചു കയറിയപ്പോ അല്ലേ? അതെ, പുള്ളിക്കാരൻ മുന്നേ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചു കയറിയത്. ഇപ്പോഴുള്ള രണ്ടുപേരിൽ രമേശ് ചെന്നിത്തലയാണ്. എന്തുകൊണ്ടാണ്? സീനിയോറിറ്റി. വി.ഡി. സതീശൻ ഒരു സംശയമില്ലേ? ഒരു സംശയം. എന്തുകൊണ്ടാണ്? അയാളല്ലേ ഇപ്പൊ 5 കൊല്ലം കിടന്ന് പണിയെടുത്തത്. കേരളത്തിനടുത്ത് കേസി ആവണം. എന്തുകൊണ്ടാണ്? വേണുഗോപാലായാലും വേറെ സ്ഥലത്ത് ഇലക്ഷനിൽ നിൽക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തോൽപ്പിക്കാനുള്ള പരിപാടി ചെയ്യും. അപ്പൊ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കി എന്തായിരിക്കും പ്രതികരണം? ഇവിടെ ജനങ്ങൾ തല്ലിപ്പൊളിക്കല്ല കൂടി, മൊത്തം തല്ലിപ്പൊളിക്കൂടാ, ആകെ കത്തി എല്ലാം ബഹളം ഒരുക്കൂടാ. വോട്ട് ചെയ്ത ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച ആളുകളൊക്കെ ഇപ്പൊ തലയും മുന്നിട്ട് കിടക്കുകയാണ്. വിത്തിട്ടത് തന്നെ ആള് തന്നെ വിളവെടുക്കട്ടെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കഴിഞ്ഞ 5 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുകയാണ് ആരാകും മുഖ്യമന്ത്രിയെന്ന്. വി.ഡി. സതീശനാകണമെന്നും രമേശ് ചെന്നിത്തലയാകണമെന്നും കെ.സി. വേണുഗോപാൽ ആകണമെന്നും പറയുന്നവർ ഏറെയാണ്. അണികൾക്ക് പറയാനുള്ളതും പ്രവർത്തകർക്ക് പറയാനുള്ളതും നേതാക്കൾക്ക് പറയാനുള്ളതും ഹൈക്കമാൻഡ് അടക്കം കേട്ടു. പൊതുജനത്തിന് എന്തായിരിക്കും പറയാനുള്ളത്? അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ എന്തായാലും ഒരു മുഖ്യമന്ത്രി വേണമല്ലോ. വേണം. അത് ആരായിരിക്കണം എന്നാണ്? അത് ഇവര് കുറെ പേര് പറയുന്നുണ്ട്, 3 പേരുടെ പേര് പറയുന്നുണ്ട്. വോട്ട് ചെയ്ത ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച ആളുകളൊക്കെ ഇപ്പൊ തലയും മുന്നിട്ട് കിടക്കുകയാണ്. ഇന്നിപ്പോ ഒരു DCC സെക്രട്ടറി ആരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചായക്കടയിൽ പോയിരുന്ന് ചായ കുടിക്കാൻ പറ്റുന്നില്ല. അതേ അവസ്ഥയാണ് നമുക്കൊക്കെ. നമ്മൾ കോൺഗ്രസ് അധികാരത്തിലെത്താൻ വേണ്ടി കുറേ വീഡിയോകളും യൂട്യൂബിലും ഒക്കെ ഞാനൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അതിനടിയിലെല്ലാം വരുന്ന കമന്റ് ആരാ മുഖ്യമന്ത്രി. ഇവന്മാരൊരാളെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ദിവസം വൈകുന്നേരം മുഖ്യമന്ത്രി. ചേട്ടന്റെ പക്ഷം എന്താണ്? ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച 140 MLA-മാർക്ക് മുഖ്യമന്ത്രിയാകാൻ. അപ്പൊ വോട്ട് ചെയ്ത് ജയിപ്പിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രി ആവുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതൊക്കെ അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്, ആ പാർട്ടിയുടെ തീരുമാനമാണ്. എന്തായാലും അറിഞ്ഞാ മതി. ഏതെങ്കിലും ഒരു നാഥം വേണ്ടേ? ഇവിടെ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും വിജയ് ഭൂരിപക്ഷം ഒപ്പിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഇവന്മാർ തമ്മിൽ ഈ അടി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. എന്ന് വിചാരിച്ച് മറ്റവന്മാർ ഭേദമല്ല. അവർക്ക് ഇതര പ്രതീക്ഷ അവനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ വലിയ അടി അടക്കുന്നുണ്ട്, ചെറിയ അടിയിലോട്ടാരും പോയിട്ടുണ്ടല്ലോ. പിന്നെ മറ്റേ പുള്ളി ചോദിക്കുന്നുണ്ട്, സതീശ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എത്ര MLA-മാരെ കൂടുണ്ട് പോരുന്നോ, എന്തോ വേണേലും തരാതെ. ആരാ? വിഷ. എന്താ വില? അങ്ങനെ വിലക്കെടുക്കാൻ പറ്റുമോ കോൺഗ്രസിനെ? അതൊന്നും വിലക്കെടുക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് വല്ല നടപടി ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നത് വി.ഡി. സതീശൻ പറവൂർ MLA തുടരാനാണ് സാധ്യത കാണുന്നത് കളിയുടെ അവസാനം. അങ്ങനെയാണെങ്കിൽ കേരളം കത്തുവോ? അതിനൊന്നും വി.ഡി. സതീശൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനൊന്നും അദ്ദേഹം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആര് വന്നാലും നല്ല രീതിയിൽ ഭരിക്കട്ടെ 5 വർഷം. ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ നടപ്പിലാക്കട്ടെ. ചേട്ടാ, ആരാകണം മുഖ്യമന്ത്രിയാണ് ആഗ്രഹം? രണ്ടുപേരും ആവൂല, സാധ്യത കുറവാ. ആരായിരിക്കും ആവുക? അത് പുതിയ വ്യക്തിയായിരിക്കും ആവുന്നത്. എന്നാലും ചേട്ടൻ ആരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോഴുള്ള രണ്ടുപേരിൽ രമേശ് ചെന്നിത്തലയാണ്. എന്തുകൊണ്ടാണ്? സീനിയോറിറ്റി നോക്കി മുഖ്യമന്ത്രി ആവട്ടെ, അതാണ്. തീർച്ചയായിട്ടും. പിന്നെ കഴിവുള്ള ആളാണ് ഇയാൾ. ഈ താൽക്കാലികം എന്നാണല്ലോ, താൽക്കാലികമായിട്ട് ജനങ്ങളുടെ ഇത് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ. പക്ഷെ ജനവികാരം കൂടി പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ എന്ത് പറയുന്നു? രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല വി.ഡി. സതീശന്. കാരണം അദ്ദേഹം ഭരിച്ച് പരാജയമാണെങ്കിൽ മാറ്റട്ടെ, അല്ലെങ്കിൽ ഒരു ടൈം പോലെ കണ്ടീഷനിൽ കൊടുക്കാമല്ലോ. 2.5 കൊല്ലം എന്നുള്ള രീതിയിൽ. ഇത് രണ്ടുമല്ലാതെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലോ? അത് ഇതിന്റെ പിന്നിൽ അദ്ദേഹം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് അറിയില്ല, ഈ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പിടിവിടാതിരിക്കുന്നത്. അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ എഫർട്ടാണ് അത്. ഒരാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ മറ്റേ ആൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹതയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ജനവികാരത്തിന് ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രത്യാഘാതങ്ങളുണ്ടാകും. കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ ആദ്യം വി.ഡി. സതീശന് കൊടുക്കണമെന്ന് നല്ലത്. കേരളത്തിൽ അടുത്ത ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായും വി.ഡി. സതീശൻ. ഒരു സംശയമില്ല. എന്താണ്? വി.ഡി. സതീശൻ്റെ 5 വർഷക്കാലം പണി ചെയ്ത് കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കി. അപ്പോൾ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ തന്നെ വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? ഇല്ല, വളരെ എതിരാണ് പ്രതികരണം. ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചു കേട്ടെ, അപ്പോൾ ഒരു ശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന പരിപാടിയോട് ഈ ഇത്രയും ലാഗ് ഉണ്ടാകുന്നു, ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സ്ഥാനാർത്ഥിയല്ല മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നു, അതിലൊരു പ്രതിഷേധം തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ട്.
കുറേ ദിവസമായിട്ട് അത് തന്നെ മനസ്സിലുണ്ട്. ഇത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കേരളത്തിൽ അടുത്ത ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? വി.ഡി. സതീശൻ. അത് എന്തുകൊണ്ടാണ്? നാളത്തെ മുഖ്യമന്ത്രി പറ്റുന്നേ ആണ് എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി ആണോ? അതുകൊണ്ടാണ്. അപ്പൊ വേറൊരാളാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അല്ല, എന്നാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നു. നല്ലൊരു നേതാവാണെന്ന്. നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടല്ലേ ജയിച്ചു കയറിയപ്പോ അല്ലേ? അതെ, പുള്ളിക്കാരൻ മുന്നേ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചു കയറിയത്. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? കേരളത്തിനടുത്ത് കെ സി ആവണം. അതെന്തുകൊണ്ടാണ്? നമുക്കിപ്പോ MLA-മാരെ പിന്തുണയൊക്കെ ഉണ്ടല്ലോ, 19 MLA-മാരെ പിന്തുണ അതാണല്ലോ വേണ്ടത്. പക്ഷെ അതുപോലെ ജനങ്ങള് നല്ലല്ലോ വേണ്ടത്. എന്തായാലും പൊതുജന അഭിപ്രായം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, എല്ലാരും പറയുക വി.ഡി. സതീശനാകണം. വി.ഡി. സതീശനാവണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ MLA-മാരെ പിന്തുണയാണ് ഇതിന് വേണ്ടത് മെയിനായിട്ട്. തീർച്ചയായും തമിഴ്നാട്ടിലാണെന്നെങ്കിലും വിജയിക്കും ഭരിക്കാൻ പറ്റാതെ പോയത് MLA-മാരെ കുറവുകൊണ്ടാണ്. അതാണ് വേണ്ടത്. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? വി.ഡി. സതീശൻ. എന്തുകൊണ്ടാണ്? വി.ഡി. സതീശന് എന്തുകൊണ്ടാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 വർഷക്കാലം പുള്ളിയാണ് അധ്വാനിച്ച് ജനങ്ങളെ ഇത്രയും നേട്ടത്തിലെത്തിച്ചത്. ആ പാർട്ടിക്ക് നേട്ടം തെച്ചത്. ഇത്രയും അധ്വാനിച്ച ആൾ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആകണം തന്നെയാണ് അതെ നമ്മളെ ഒരു അഭിപ്രായം. അപ്പൊ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആയാൽ എന്തായിരിക്കും പ്രതികരണം? വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആകാനുള്ള പ്രതികരണം, യോഗ്യത ഇല്ലാത്ത ആള് മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യും. പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആരായാലും എവിടെ നിന്നാലും ഇപ്പൊ വേണുഗോപാലായാലും വേറെ സ്ഥലത്ത് ഇലക്ഷനിൽ നിൽക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തോൽപ്പിക്കാനുള്ള പരിപാടി ചെയ്യും. അത്ര വലിയ കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ് അല്ല, ഞാൻ വിചാരിച്ചു നമ്മൊരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കാരനുമല്ല. അധ്വാനിച്ചവനിക്ക് തന്നെ ഇതിന്റെ കൂലി കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതെ, ചേട്ടൻ എന്താണ് പറയാനുള്ളത്? സതീശൻ. എന്തുകൊണ്ടാണ്? വിത്തിട്ടത് തന്നെ ആള് തന്നെ വിളവെടുക്കട്ടെ, അത്രേ ഉള്ളൂ. വേറെ ആരും വേണ്ട? വേറെ ആരും വേണ്ട. ഓക്കെ, അയാളാണ് അതിന് യോഗ്യൻ. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം? സതീശൻ. അതെന്തുകൊണ്ടാണ്? അയാളാണ് ഇവിടെ ഇതെല്ലാം നോക്കിയതും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അല്ലാതെ കണ്ടു നിൽക്കണോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ആണല്ലേ? അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? അതിന് പല ബുദ്ധിമുട്ടുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളും വരും. ആണ്. കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവുമോ? ഇഷ്ടം പോലെ. ഇന്നലെ ഞങ്ങളിവിടെ പ്രകടനം നടത്തിയില്ലേ, അടിപൊളി പ്രകടനം. അതേപോലെ പല സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം. അതാണ് ഞമ്മക്ക്. എന്നാലും ആരാകണം മുഖ്യമന്ത്രി എന്നാണ് ആഗ്രഹം? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ആകണമെന്നാണ്. എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പോഴത്തെ പ്രയോറിറ്റി നോക്കിയാൽ പുള്ളിക്ക് സീനിയോറിറ്റി. അതെ. കേരളത്തിൽ അടുത്ത ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം? വി.ഡി. സതീശൻ. ഒരു സംശയമില്ലേ? ഒരു സംശയം. എന്തുകൊണ്ടാണ്? അയാളല്ലേ 5 കൊല്ലം കിടന്ന് പണിയെടുത്തത്. അപ്പൊ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ? രണ്ട് ഇതിൽ ഒരു മറ്റേ MP സ്ഥാനമുണ്ട്, AICC ജനറൽ സെക്രട്ടറി സ്ഥാനമുണ്ട്. പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി? അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടണം. അപ്പൊ അവര് രണ്ടുപേരും രമേശ് ചെന്നിത്തലയോ കെ.സിയോ ആണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? പ്രതികരണം പ്രത്യേകിച്ചൊന്നുമില്ല, പാർട്ടി ഞങ്ങളുടെ നിസ്സഹകരണം ഉണ്ടാവാത്രേ. അതെ, പക്ഷെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ലല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് ലേറ്റ് ആവുന്നില്ലേ? അതൊന്നുമില്ല, അതിപ്പോ സാധാരണ കോൺഗ്രസിന് പതിവുള്ളതാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? വി.ഡി. സതീശൻ. വേറെ സംശയമൊന്നുമില്ല. ഇനി വി.ഡി. സതീശൻ ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല. വേറെ ആര് ഭരിച്ചാൽ അങ്ങനെയാണ്. വേറെ ആര് ഭരിച്ചാൽ വി.ഡി. സതീശൻ വന്നാൽ ഇനിയുള്ള രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് കോൺഗ്രസിന് നല്ല വി.ഡി. സതീശൻ തന്നെ. ഓക്കെ, എന്താണ്? അതന്നെ അഭിപ്രായം. വി.ഡി. സതീശൻ തന്നെ. ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ എന്തായിരിക്കും പ്രതികരണം? ഇവിടെ ആരും അറിയില്ല. ഇപ്പം പണം നയിച്ചത് വി.ഡി. സതീശനാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ വന്നം. കെ.സി. പോലും ചെന്നിത്തലും വന്നിട്ട് കാര്യമില്ല. ഈ പ്രാവശ്യം എന്തായാലും വി.ഡി. സതീശന് കൊടുക്കണം. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി കിട്ടുമ്പോ. ഈ പ്രാവശ്യം എന്തായാലും വി.ഡി. സതീശന്. കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? വി.ഡി. സതീശൻ. ഒരു സംശയമില്ല കാര്യത്തില്. വേറെ ആരെങ്കിലും ആയാലോ? വേറെ ആരെങ്കിലും കൊള്ളൂല. നമ്മൾ സതീശനായിട്ട് ഇതിനുവേണ്ടി ആവോളത്തിന് പ്രയത്നം സതീശനാണ്. അപ്പൊ സതീശന് എല്ലാ സ്ഥാനം കൊടുക്കണം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കി എന്തായിരിക്കും പ്രതികരണം? ഇവിടെ ജനങ്ങൾ തല്ലിപ്പൊളിക്കല്ല കൂടി, മൊത്തം തല്ലിപ്പൊളിക്കൂടാ. ആകെ കത്തി എല്ലാം ബഹളം ഒരുക്കൂടാ. കേരളം കത്തും നിന്ന് കത്തും. അപ്പൊ വി.ഡി. സതീശൻ കാരണമാണോ ഇത്തവണ നമ്മൾ ജയിച്ചത്? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല കാര്യത്തില്. ഒരു സംശയമില്ല, തീർച്ചയായിട്ടും വി.ഡി. സതീശൻ ആവണം. ചേട്ടാ, കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് ആഗ്രഹം വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ തന്നെയാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹമാണ് പ്രവർത്തിച്ചതും പണിയെടുത്തേക്കുന്ന ആളും. അദ്ദേഹം തന്നെ ആവണമെന്നുള്ള നമുക്ക് കേരളത്തിന്റെ പൊതുവെ ഒരു വികാരമാണ് അത്. അദ്ദേഹം തന്നെ ആവണം എന്നുള്ളതാണ്.
അപ്പൊ KC രമേശ് ചെന്നിത്തലയോ ആവുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും തോന്നുക? അവർക്ക് ആവാനുള്ള ഒരു ഇതില്ല എൻ്റെ അകത്ത്. കാരണം വെച്ചാൽ ചെന്നിത്തല ഒരു പ്രാവശ്യം പ്രതിപക്ഷമായിട്ട് ഇരുന്നതാണ്. അതോടുകൂടി കോൺഗ്രസ് അവന്തരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ. അത് കഴിഞ്ഞ് ഇതിനെ പിടിച്ച് ഉണർത്തിയത് തന്നെ VD സതീശനാണ്. അദ്ദേഹത്തിനാണ് അതിനുള്ള ഏറ്റവും മുൻഗണന അദ്ദേഹത്തിനാണ് ഇരിക്കുന്നത്, കിട്ടേണ്ടത് എന്നുള്ളതാണ്. ചേട്ടാ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം? ഒരു സംശയമില്ല, ഉറപ്പല്ലേ? KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ VD സതീശൻ കാരണമാണ് ഇപ്പൊ നമ്മൾ ഭരണം കിട്ടിയത്. ആണ്. ആളുടെ ഒറ്റ കഴിവുകൊണ്ടാണ്. അതുകൊണ്ട് VD തോറ്റാൽ ഞാൻ രാജിവെച്ച് പോകും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തേക്ക് ഇല്ല എന്ന് പറയാനുള്ളൊരു ചങ്കുറ്റം കാണിക്കണ ഒരാള്, അതിക്കുള്ളൊന്നും പറയാനില്ല. കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം? സതീഷ്. VD സതീശൻ. എന്തുകൊണ്ടാണ്? അതിൽ എല്ലാവരും അറിയുന്ന ആള്, പിന്നെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിക്ക് ഇടപെടും, അവരെ സഹായിക്കാന്നുള്ള ചിന്താഗതി ഉണ്ട് പുള്ളി. ഇപ്പൊ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള 3 പേരിൽ ഏറ്റവും യോഗ്യൻ ആരെന്നാണ് തോന്നുന്നത്? ഇപ്പൊ എന്റെ അഭിപ്രായത്തിന് പുള്ളിയാണ് സതീശൻ. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് പറയുന്നത്. സാധാരണ ചെല്ലാനും സംസാരിക്കാനും പിടിക്കാനും ആർക്കും വേണമെങ്കിലും ഇടപെടാനൊക്കെ നല്ല എന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ആവണമെന്നാണ്. സതീശൻ മുഖ്യമന്ത്രി ആവണം, അത്രേ ഉള്ളൂ. അതെ അതെ. അതെന്തുകൊണ്ടാണ്? അത് സതീശൻ ഇത്ര നാൾ ഭരിച്ചതിന്റെ ആ ഭരണ നേട്ടം, അതുകൊണ്ടാണ് 100+ കിട്ടിയത്. അപ്പൊ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായ എന്തായിരിക്കും പ്രതികരണം? KC വേണുഗോപാൽ പോയ ജനപ്രതിനിധികൾ ഉണ്ടാവൂല, നാട്ടുകാരുണ്ടാവൂല. അപ്പോ ഇനിയും ഭരണം തുടരണമെങ്കിലും VD സതീശൻ തന്നെ വേണം. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? VD സതീശൻ. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പുള്ളി നല്ലൊരു ആക്റ്റീവായ ഒരാളാണ്. അതുകൊണ്ട് VD സതീശൻ തന്നെ ആകണം എന്നാണ് ആഗ്രഹം. അതെ. ഇനി വേറൊരാളാണ് മുഖ്യമന്ത്രി എന്ന് ഡിക്ലെയർ ചെയ്താൽ എന്തായിരിക്കും പ്രതികരണം? ഇവര് തരുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചാൽ ഓക്കെ, എന്നാലും VD സതീശൻ തന്നെ ആവണമെന്നാണ് ആഗ്രഹം. ചേട്ടാ, കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? VD സതീശൻ. ഒരു സംശയമില്ല. എന്താണ്? രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, ഇവരൊക്കെ യോഗ്യരായ ആൾക്കാരല്ലേ? VD സതീശനാണ്. ആണ്. അപ്പൊ VD സതീശൻ തന്നെ ആവണമെന്നാണ് ആഗ്രഹം. ആരാകണം മുഖ്യമന്ത്രി എന്നാണ് ആഗ്രഹം? മുഖ്യമന്ത്രി ആരാവാനായിട്ടല്ല, ഇപ്പൊ എത്ര ആളെ പറയണ ആരാന്ന് ഒരു ഉറപ്പില്ലാത്ത. എന്നാലും ആരാവണമെന്നാണ് ചേട്ടന്റെ ആഗ്രഹം? സതീശനല്ലേ ആവണ്ടത് ശരിക്കും. പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ, അപ്പൊ അയാളല്ലേ ആവേണ്ടത്. 2 തവണയായി ഭരണം നഷ്ടപ്പെട്ട UDF-നെ നയിച്ചത് VD സതീശനായിരുന്നു. VD സതീശൻ അനുകൂലികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് VD സതീശനാണ് വിത്തിട്ടത്, VD സതീശൻ അത് വിളവെടുക്കട്ടെ എന്നുള്ള കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവായിരുന്നു. 100-ലധികം സീറ്റ് നേടുമെന്നുള്ള ആത്മവിശ്വാസം പ്രവർത്തകർക്ക് പകർന്നു കൊടുത്തതിൽ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് എൻ്റെ പരാജയമാണ്, ഞാൻ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞൊരു നേതാവിൻ്റെ പേര് കൂടിയാണ് VD സതീശൻ. അടുത്തതായി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ളത് ഈ പറഞ്ഞ 3 നേതാക്കളിൽ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അദ്ദേഹം എന്തുകൊണ്ടും യോഗ്യനാണ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. അദ്ദേഹം ഇതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നു, അതുപോലെ പല പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു. യുവജന പ്രസ്ഥാനം മുതൽ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയും കൂടിയാണ് രമേശ് ചെന്നിത്തല. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി ആവുകയായിരുന്നു. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ MP ആണ്. ഇപ്പോൾ ആലപ്പുഴയുടെ MP ആയിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികളെയും, സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം നേരിട്ട് കണ്ട് പാർട്ടിക്കൊപ്പം ചേർത്ത് നിർത്തിയ ഒരു നേതാവിൻ്റെ പേരാണ് KC വേണുഗോപാൽ. അപ്പോൾ ഈ 3 നേതാക്കളുടെയും പേര് പറയുന്നവർക്ക് പറയാൻ പല പല കാരണങ്ങളുണ്ട്. അവരെല്ലാം യോഗ്യതയുള്ളവരായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പേരുകൾ പറയപ്പെടുന്നത്. എന്ന് തന്നെയായാലും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകും. കാത്തിരുന്ന് തന്നെ കാണാം. ക്യാമറമാൻ അൽ അഹദിനോടൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.